ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയോട് നമുക്കൊപ്പം ചേരുന്നു. ഭാഗ്യലക്ഷ്മി, ഈ വിഷയത്തിൽ ചില ആശങ്കകൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾക്ക് ഈ റിപ്പോർട്ട് അല്പസമയത്തിനുള്ളിൽ കൈമാറാനിരിക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്ന തീരുമാനം സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നടി രഞ്ജിനിയുടെ ആശങ്കകൾ കൂടി പരിഗണിച്ചുകൊണ്ടാവും സർക്കാർ ആ തീരുമാനം എടുത്തിട്ടുണ്ടാവുക. നിലവിൽ കോടതി വിധി പ്രകാരം റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് തടസ്സമില്ല. ഭാഗ്യലക്ഷ്മി എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? നേരത്തെ സജി പാറയിലെ ഒരു വിഷയം മാതിരി അല്ല ഇത് ഒരു എഫക്റ്റഡ് പാർട്ടിയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ ഗൗരവം എത്രയാണെന്ന് അറിയില്ല. അത് കമ്മിറ്റിക്കും പിന്നെ കമ്മിറ്റിക്കും മാത്രമേ അറിയൂ. അപ്പൊ സ്വാഭാവികമായും അത് പുറത്തു വരുന്നതിനോട് അവർക്ക് ആശങ്കയുണ്ടാകാം, ഭയമുണ്ടാകാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം. അപ്പൊ എഫക്റ്റഡ് പാർട്ടിക്ക് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ആദ്യമേ അവർക്ക് ഈ കോപ്പി കൊടുത്ത് അവർക്ക് വായിച്ചിട്ട് ഇതില് ഞാൻ ഈ പറയുന്ന എന്നെ ബാധിക്കുന്ന വിഷയമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പോയി പറഞ്ഞിട്ടുള്ള ഓരോരുത്തർക്കും അവകാശമുണ്ട്. ഓരോരുത്തർക്കും കൊടുക്കണം. കാരണം ഞാൻ അത് മുമ്പോട്ട് വെക്കുമ്പോൾ അത് ഫൈനലി എന്താണ് പുറത്തേക്ക് വരുന്നത് എന്നറിയാനുള്ള അവകാശം ഉണ്ടല്ലോ. അത് തീർച്ചയായിട്ടും പിന്നെ രഞ്ജിനിക്ക് ഉണ്ട്. രഞ്ജിനിക്ക് എന്നല്ല, 62 സ്ത്രീകളാണ് ഹേമ കമ്മിറ്റി മുമ്പാകെ പോയി സംസാരിച്ചത്. ഈ 62 സ്ത്രീകൾക്കും സ്വാഭാവികമായിട്ട് ഉള്ളിൽ ഒരു ഭയം ഉണ്ടാകും. പക്ഷെ ഇപ്പൊ രഞ്ജിനിയെ പോലെ ഒരാൾക്ക് കുറെ കൂടി അത് നിയമം എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം അവർ മുമ്പോട്ട് വന്നത്. ഇതറിയാതെ ഭയപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും. കാരണം ഇത് നിയമപരമായി ഇവർ എന്തെങ്കിലും വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, ഗൗരവമുള്ള വിഷയങ്ങൾ, ലൈംഗികപരമായിട്ടുള്ള അവർ നേരിട്ട പല വിഷയങ്ങൾ പുറത്തേക്ക് വന്നാൽ അതിൽ നിയമപരമായി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് നിയമപരമായി നീങ്ങാൻ പറ്റില്ല. അത് പലപ്പോഴും പലരെയും ഭയപ്പെടുത്തുന്നുണ്ടെന്നാണ് ഞാൻ പലരോടും സംസാരിച്ചപ്പോൾ എന്നോട് ഒരുപാട് സ്ത്രീകൾ പറഞ്ഞ് എനിക്ക് പേടിയാവുന്നു. കാരണം ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ നാളെ ഞാൻ ഇന്ന ആളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാമല്ലോ, ഡിഫമേഷൻ കേസ് കൊടുക്കാമല്ലോ. അപ്പൊ എനിക്ക് ഭയമാവുന്നു. പക്ഷെ അവർക്ക് എങ്ങനെ മൂവ് ചെയ്യണം എന്നറിയില്ല. അതുകൊണ്ട് തന്നെ എഫക്റ്റഡ് പാർട്ടികൾ മനസ്സിലായി ഭാഗ്യലക്ഷ്മി, ആ കൺസേൺ വാലിഡ് ആണ്, അതിൽ എനിക്ക് തർക്കമില്ല. അപ്പൊ എൻ്റെ ഒരു കൺസേൺ ഇത്രയേ ഉള്ളൂ. തീർച്ചയായും ഞാൻ രഞ്ജിനെ അവിശ്വസിക്കുന്നില്ല. രഞ്ജിനോട് ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്നത് പ്രേക്ഷകർക്ക് അറിയാമെങ്കിൽ പോലും ഞാനത് ആവർത്തിച്ച് പറയുന്ന രഞ്ജിനെ ഏതെങ്കിലും തരത്തിൽ അവിശ്വാസത്തിൽ എടുക്കേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ്. കാരണം രഞ്ജിനിയെ പോലെയുള്ള 62 മൊഴി കൊടുത്തിരിക്കുന്ന ആളുകൾക്ക് പുറമെ എനിക്ക് തോന്നുന്നു മറ്റുള്ള ചില ആളുകൾ കൂടി ഇതിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോടതിയുടെ ഒരു വിധി വന്നാൽ സ്വാഭാവികമായും അത് ബ്ലാങ്കറ്റ് ആയിട്ട് വിധിയായിരിക്കും. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കാൻ കോടതിക്ക് അങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കാൻ കഴിയില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കമ്മീഷൻ റിപ്പോർട്ട് മൊഴി കൊടുത്തവർക്ക് ആദ്യം കൊടുക്കണമെന്ന് കോടതിക്ക് വിധിയിടാനും കഴിയില്ല. കാര്യം ഇത് പ്രസിഡൻസ് ആവും. അത് ഈ വിഷയത്തിലല്ല, മറ്റേതെങ്കിലും ഒരു കമ്മീഷനോ കമ്മിറ്റിയോ ഒക്കെ വന്നാലും അങ്ങനെ തന്നെയാവും. അപ്പോൾ അത് സാങ്കേതികമായ ഒരു തടസ്സമുണ്ട് അങ്ങനെ. പക്ഷെ നമുക്ക് ആകെ കഴിയുക വിവരാവകാശ കമ്മീഷനിൽ വിശ്വസിക്കുക, സർക്കാർ സംവിധാനത്തിൽ വിശ്വസിക്കുക എന്നത് മാത്രമല്ലേ ഈ ഘട്ടത്തിൽ കഴിയൂ ഭാഗ്യലക്ഷ്മി? അരുൺ, ഇതില് നിയമപരമായിട്ട് ഞാൻ ഒരുപാട് പേരോട്, നിങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും, നമ്മളൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ റിപ്പോർട്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ തുടക്കത്തിൽ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എത്രമാത്രം സ്ത്രീകൾ പുറത്തേക്ക് ധൈര്യത്തോടു കൂടി വരുന്നു, തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ദുരനുഭവങ്ങളെ കുറിച്ച് അതെനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ കാലക്രമേണ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ റിപ്പോർട്ട് സിനിമയ്ക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ആണ് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതല്ലാതെ ഇതിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുക എന്നുള്ളതല്ല ഈ റിപ്പോർട്ടിന്റെ ലക്ഷ്യം എന്നുള്ള നിലയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, സിനിമയ്ക്കുള്ളിൽ പിന്നെ 62 സ്ത്രീകളെ ഉള്ളോ? നമ്മളെ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയിലെ ഒരുപാട് സ്ത്രീകൾ പരാതി പറഞ്ഞിരിക്കുന്നു. ഞങ്ങളോടൊന്നും ഇതുപോലെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഈ റിപ്പോർട്ട് പൂർണ്ണമല്ല എന്നുള്ളത് എന്റെ ആദ്യത്തെ ഒരു നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം ഭാഗ്യലക്ഷ്മി. വൈകുന്നേരം നമുക്കത് കുറച്ചുകൂടി വ്യക്തത വരും, സർക്കാരിന്റെ നിലപാടും അല്പസമയത്തിനുള്ളിൽ വരും. നമുക്കത് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഹാഫ് ഇൻഫർമേഷനിലാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ രഞ്ജിനിയുടെ ക്രെഡിബിലിറ്റിയെയോ മറ്റേതെങ്കിലും നടിമാരുടെ ക്രെഡിബിലിറ്റിയോ അത് ബാധിക്കാനും പാടില്ല. ഇത് വളരെ സൂക്ഷ്മമായി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമുള്ളൂ. താങ്ക് യു ഭാഗ്യലക്ഷ്മി.